നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നൽകപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ ആദ്യമായി സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. നമുക്കെല്ലാം പരിചയമുള്ളൊരു വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. യു ഹാവ് ബീൻ അപ്പോയിന്റഡ് ടു ഗോ ആൻഡ് ബെയർ ഫ്രൂട്ട് ആൻഡ് ദാറ്റ് ഫ്രൂട്ട് വിൽ ലാസ്റ്റ്. നമ്മൾ ഈ കോൺഫറൻസിന്റെ തീമായി കേട്ടത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെന്നാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിലനിൽക്കുന്ന ഫലം കായ്ക്കണമെന്നാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ലെങ്കിൽ സാധാരണ ഭാഷയെ പറഞ്ഞാൽ തട്ടിപ്പോവും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ കയറുവാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ആണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ദാറ്റ് ഈസ് എ കമാൻഡ്, ദർ ഇസ് നോ ഓപ്ഷൻ. പക്ഷെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കേണ്ട ഫലമാണ് നിലനിൽക്കുന്ന ഫലം, സ്വർഗത്തിൽ നിത്യതയിൽ നിലനിൽക്കുന്ന ഫലം. അപ്പോൾ ആദ്യത്തെ മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വർഗത്തിൽ കർത്താവിനോടുകൂടി പോകും, കർത്താവിന്റെ അടുത്തേക്ക് പോകും. എന്നാൽ നിലനിൽക്കുന്ന ഫലം കായ്ക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കൂടെ കുറച്ചു പേര് കൂടെ വരാനുണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് ഈ തീമിനോട് കൂടെ ചേർന്ന് നമ്മൾ മിഷൻ ചലഞ്ച് ആയിട്ട് നമ്മുടെ ദേവദാസന്മാരിലൂടെയും സാക്ഷ്യത്തിലൂടെയും ഒക്കെ കേട്ടത്. അപ്പോ ഒരു സെക്കൻഡ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ നമ്മളെല്ലാം കേരളത്തിൽ നിന്ന് വന്നവരാണല്ലോ. ഈ കേരളത്തിലും ഇന്ത്യയിലും സുവിശേഷം വന്നില്ലായിരുന്നെങ്കിൽ എന്തൊരു രാജ്യമായിരുന്നേനെ. ആഫ്രിക്കയേക്കാൾ ഇരുണ്ട ഭൂഖണ്ഡമായി, ഇരുണ്ട രാജ്യമായി കേരളം, ഇന്ത്യയൊക്കെ ആയി തീരത്തില്ലായിരുന്നു. നമ്മൾ ഇന്നിവിടെ വന്ന് സൂട്ടൊക്കെ ഇട്ട് മാന്യമായിട്ട് ഇരിക്കാനുള്ള കാരണം എന്താണ്? നമുക്ക് ഒരു സുവിശേഷത്തെ ദൈവം അയച്ചു തന്നു എന്നുള്ളതാണ്. ഇല്ലായിരുന്നെങ്കിൽ ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ട് അതിന്റെ മുമ്പിൽ കമന്ന് കിടന്ന് ദൈവമെന്ന് കരുതി നമ്മളൊക്കെ ആരാധിക്കത്തില്ലായിരുന്നോ? സ്കൂളിലെങ്ങാനും പോയി പഠിക്കാൻ തുടങ്ങിയാൽ പഠിക്കുന്നവരുടെ ചെവിയില് ഈയമൊഴിക്കണം എന്നായിരുന്നു അന്നത്തെ കൽപ്പന. സുവിശേഷം വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനായിട്ട് സത്യാഗ്രഹം നടത്തിയ അവകാശം കിട്ടിയ ഒരു സ്ഥലമാണ് കേരളം. കാരണം അതിന്റെ പുറകിൽ മിഷണറിമാർ പ്രവർത്തിച്ചു. സതി എന്ന് പറയുന്ന അതുപോലുള്ള ദുരാചാരങ്ങൾ ഇന്ത്യയെ മൊത്തം മൂടിക്കൊണ്ടിരുന്നപ്പോൾ അതിനെ നിർത്തലാക്കുവാൻ വില്യം കേരി മുതലായവരാണ് പുറകിൽ നിന്ന്. മിഷണറിമാര് വന്നതുകൊണ്ടുള്ള വെളിച്ചം മാത്രമേ എനിക്കും നിങ്ങൾക്കും ഉള്ളൂ. ദൈവത്തിന്റെ സുവിശേഷം നമ്മുടെ രാജ്യത്ത് വന്നതോർത്ത് നമ്മൾ ദൈവത്തെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്തുതിക്കണം. അതുപോലെ തന്നെ ഈ സുവിശേഷവുമായിട്ട് നമ്മളെ അടുത്ത് വന്നവരുമുണ്ട്. ഗൾഫിലൊക്കെ വെച്ച് എത്രയോ പേര് രക്ഷി, ബോംബെയിലും ഗൾഫിലൊക്കെ വെച്ചവരുടെ സാക്ഷ്യങ്ങൾ എത്രയാ കേൾക്കുന്നേ. ആരൊക്കെയോ ചിലരൊക്കെ വന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടല്ലേ നമുക്ക് ഈ കർത്താവിനെ അറിയാൻ ഇടയായത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് ഹാൻഡ് പിക്ക് ചെയ്തതാ. തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പോകണം, പോയി ഈ നല്ല ഫലം കായ്ക്കണം. സ്തോത്രം. ഇതോടനുബന്ധിച്ച് ഞാൻ ഒരു ഉപമയുടെ ഒരു വാക്യം കൂടെ വായിക്കുന്നു. കർത്താവ് പറഞ്ഞ ഉപമയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. ഇംഗ്ലീഷിൽ വായിക്കുമ്പം വിതയ്ക്കുന്നവൻ തന്റെ വിത്ത് വിതപ്പാൻ പുറപ്പെടുന്ന. The sower went out to sow his seed. അവന്റെ വിത്ത് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, അതിനെ ചവിട്ടിക്കളയുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇതിന് കർത്താവ് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തില് ഇതിനെക്കുറിച്ച് പറയുന്നത് വിതയ്ക്കുന്നവന്റെ ഉപമ എന്നാണ് യേശു തന്നെ പറയുന്നത്. അപ്പോൾ ഈ വിതയ്ക്കുന്നവൻ ആരാ? യേശു പറയുന്നുണ്ട്, ഈ വിത്ത് ദൈവത്തിന്റെ വചനമാണ്. എന്താണ് വിത്ത്? ദൈവത്തിന്റെ വചനം. മനുഷ്യന്റെ വചനമല്ല, മനുഷ്യന്റെ ഒപ്പീനിയൻ അല്ല, മനുഷ്യൻ പറയുന്ന കഥയല്ല.
വിത്തെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ വിതയ്ക്കുന്നവൻ ആരാണ്? വിതയ്ക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഓരോരുത്തരെയും നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ഒരു വിത്ത് കൊണ്ടാണ്. കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തത്, നിലനിൽക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനത്താൽ ആ വിത്തിനാൽ രക്ഷിക്കപ്പെട്ട ഏവരും വഹിക്കുന്ന ഒരു വിത്താണ്. അപ്പോൾ ഈ വിത്ത് അല്ലെങ്കിൽ ഈ വിതയ്ക്കുന്നവന് അല്ലെങ്കിൽ ഇത് വീഴുന്ന സ്ഥലം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കേരളത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് വീണുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗ്യം നമുക്ക് ലഭിച്ചത്. അപ്പം ഇവിടെ പെർസ്പെക്റ്റീവ് ഉള്ള, ജീവനുള്ള 2-3 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് വിതയ്ക്കുന്നവനാണ്, 2 വിത്താണ്. വിത്തിനകത്ത് ജീവനുണ്ട്. വിത്തെന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ അത്രയും അടങ്ങിയിരിക്കുന്നതാണ് വിത്ത്. ഒരു ആപ്പിളിനകത്ത് എത്ര വിത്തുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. ആപ്പിൾ ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ എണ്ണം 3, 4 അല്ലെ 5. എന്നാൽ ഓരോ ആപ്പിളിന്റെ വിത്തിനകത്ത് എത്ര ആപ്പിൾ ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാമോ? വാട്ട് എ പൊട്ടൻഷ്യൽ ദ സീഡ് ഹാസ്. ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഒരു വിത്തിനകത്ത് എത്ര ആപ്പിൾ മരങ്ങൾ അതിനകത്തുണ്ടെന്ന്. ദൈവത്തിന്റെ വചനത്തിന് ശക്തി അങ്ങനെയാണ്. ഒരിടത്ത് എറിഞ്ഞാൽ ഒരു കൊച്ചു പെൺ പൈതല് ഒരു വിത്ത് കൊടുത്തതാണ് വലിയ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ യോഗിച്ചോയൊക്കെ ഉണ്ടായി വന്നത് ഒരു വിത്തിൽ നിന്നുമാണ്. ഒരു വിത്ത് ഒരിടത്ത് എറിഞ്ഞാൽ അതിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ എവിടെയായിത്തീരും. അപ്പോൾ ഈ ഫാർമറിനോട്, ഈ വിതയ്ക്കുന്നവനോട് നമ്മൾ ചോദിക്കുക, നിന്റെ ആഗ്രഹം എന്താ? അവൻ പറയും, എൻ്റെ ഡിസയർ 100 മേനി വിളയണമെന്നാണ്. അവനൊരാഗ്രഹമുണ്ട്. ദൈവമക്കളെ, ഈ കർത്താവിൻ്റെ വിത്തിനാൽ വീണ്ടും ജനിക്കപ്പെട്ട നമുക്കൊക്കെ ഒരു നല്ല ആഗ്രഹം കാണണം. എന്താണ്? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നും കർത്താവിന് വേണ്ടി ചിലരെ 100 മേനി വിളയുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അതുകൊണ്ടല്ലേ ഈ കർത്താവിന് ഉപമ പഠിക്കുമ്പോൾ ഒരു നിയമമുണ്ട്. ഉപമ വായിക്കുമ്പോൾ ആദ്യം ഇതിനെ പോർട്രേറ്റ് എന്നാ പറയുന്നത്, ഒരു പടം അല്ലെങ്കിൽ ഒരു പിക്ചറായിട്ട് ഇതിനെ കാണണം. ഒരുവൻ വിതയ്ക്കാൻ പുറപ്പെടുന്ന തലയിൽ കൊട്ടയൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു പിക്ചർ കാണണം. ആ പിക്ചറിലേക്ക് നോക്കി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു മിററായിട്ട് മാറും. എന്താ കാണുന്നേ? നമ്മളെ തന്നെ അതിനകത്ത് കാണും. അയ്യോ, ആ നിൽക്കുന്നത് ഞാനാണല്ലോ എന്ന് എന്നെ തന്നെ അതിനകത്ത് കാണും. കുറച്ചുകൂടെ അത് മെഡിറ്റേറ്റ് ചെയ്ത് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്തൂടെ ഒരു വിൻഡോ അങ്ങ് തുറക്കും, ഒരു ജനാല തുറക്കുമ്പോൾ ഭാവിയെല്ലാം നമുക്ക് അതിനകത്തൂടെ കാണാം. നമ്മൾ പോകുന്നതും വിതയ്ക്കുന്നതും ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നതും അത് ദേശങ്ങളിൽ രക്ഷിക്കപ്പെടുന്നതും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സുവിശേഷം പ്രവർത്തിക്കുന്നതും നമ്മൾ പീഡിത രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടോ. ഇതൊരു ഒരു ഫോട്ടോ ആയിരുന്നു ആദ്യം. ദാറ്റ് ഈസ് ദ പാസ്റ്റ്. Now look at the parable. It becomes a mirror, talks about you. But then it becomes the future, that you decide the future. അങ്ങനെയാണ് കർത്താവിൻ്റെ ഈ ഉപമയെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊട്ടൻഷ്യൽ ഉള്ള ഈ ഫാർമർ പറഞ്ഞു, എങ്ങനെയും 100 മേനി വേണം. അപ്പോൾ ഈ വിത്തിനോടും ചോദിക്കാം നമുക്ക്, വിത്ത് എന്താണ് ആഗ്രഹം നിന്റെ? എന്നെ എങ്ങനെങ്കിലും ആരെങ്കിലും കൊണ്ടൊന്ന് വിതയ്ക്കണേ എന്നും പറഞ്ഞിട്ട് കരയുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള വിത്ത് എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. Greater is the one who is in us than the one who is in this world. ഈ വലിയ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് ക്രിസ്ത്യാനി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ക്രിസ്തുവിനെ യാനം ചെയ്യുന്നവൻ, വഹിക്കുന്നവൻ എന്നാണ്. ഈ ക്രിസ്തുവിനെ വഹിച്ചിട്ട് 25 കൊല്ലമായി, പക്ഷെ ഒരുത്തനും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. കൂടെ ജോലി ചെയ്യുന്നവൻ 25 വർഷമായിട്ട് കൂടെ ഇരിക്കുക. ഞാൻ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവഭക്തനാണ്, ഇന്നുവരെ അറിഞ്ഞിട്ട് പോലുമില്ല. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ യേശുവിനെ നമുക്ക് കിട്ടിയതല്ലേ, സൗജന്യമായി കിട്ടിയത് സൗജന്യമായി കൊടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ഡിസയർ ഉണ്ടാകണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, വേറൊരു ഒരു ആളെ കൂടെ അവിടെ കാണുന്നുണ്ട്. ആകാശത്തിലെ പറവജാതി വന്ന് ഇത് പെറുക്കി കളഞ്ഞത് ആരാ? യേശു പറയുന്നുണ്ട് ആരാന്ന്.
അത് സാത്താൻ വന്ന് അവന്റെ അവിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് വിത്ത് കയറിയിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ വിത്തിനെ വന്ന് എടുത്തു പെറുക്കി കളയുന്ന ഒരു സാത്താൻ എവിടം വരെ വരാം? അനുവദിച്ചാൽ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വന്ന് വിത്ത് എടുത്തുകൊണ്ട് പോകുന്ന അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് പിശാച് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ആകാശത്തിലെ പറവജാതി അതിനെ തിന്നു കളയുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? കർത്താവ് പറയുകയാണ് 12-ാം വാക്യം, അത് വിത്ത് ദൈവവചനം വഴിയിലുള്ളവർ കേൾക്കുന്നെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളഞ്ഞു. ദൈവമക്കളെ, പിശാചിന് പറവജാതിക്ക് ഒരു പർപ്പസ് ഉണ്ട്. എന്താണെന്നറിയാവോ? ഒരുത്തന്റെ എങ്കിലും ഹൃദയത്തിൽ ഈ വിത്ത് കടന്നാൽ അതിനെ പെറുക്കി എടുക്കണം. അവൻ രക്ഷിക്കപ്പെടാതെ ഇരിക്കണം. യേശുവിന്റെ ദൈവരാജ്യത്തിന്റെ ഉദ്ദേശം എന്താണ്? എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. പിശാച് എന്താ പറയുന്നേ? ഒരിടത്ത് ഒരുത്തൻ പോലും രക്ഷിക്കപ്പെടരുത്. അവൻ ഒരുത്തിന്റെ ഉള്ളിലെങ്കിലും ഈ വിത്ത് വീണാല് അതിനെ പെറുക്കി എടുക്കാൻ വേണ്ടി ഓവർനൈറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ മിഷൻ വർക്ക് എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്, ഒരു ഫൈറ്റ് അഗൻസ്റ്റ് ദി എനിമിയാണ്. എങ്കിലും നമ്മൾ ഓർക്കണം, നമ്മൾ കേട്ട വചനം, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് പറഞ്ഞവനാണ് നമ്മളെ അയച്ചിരിക്കുന്നെങ്കിൽ. ഒരിക്കല് ഒരു പൂച്ചയൊക്കെ എലിയെ ഓടിച്ചോണ്ട് വരുന്ന പോലെ ഒരു ശൗലിനെ ഓടിച്ചോണ്ട് കർത്താവ് വന്നു. എവിടെ വരെ വന്നറിയാവോ? ദമാസ്കോസിന്റെ പടി വരെ കൊണ്ടുവന്നു ഇവനെ ഓടിച്ചോണ്ട് വരുക. എന്തിനാണെന്നറിയോ? അവിടെ ഇട്ട് പിടിക്കണം അവനെ. എന്തിനാ പിടിക്കണേ? അവിടെ ഒരു അനന്യാസ് പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലായോ? പിന്നീട് പറയുക, അനന്യാസേ, ഞാൻ ഒരുത്തരെ പിടിച്ചു വെച്ചിട്ടുണ്ട്, നീ അവനെ പോയി അവന്റെ മേൽ പ്രാർത്ഥിക്കണം. കർത്താവ് തൊട്ടിരിക്കുന്ന ശൗലുമാര് നമ്മുടെ പട്ടണത്തിലൊക്കെ ദൈവം അവിടെ ഇവിടെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ പോകാനായിട്ട് ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. അനന്യാസേന്ന് വിളിച്ചപ്പോൾ അവൻ എന്താ പറയുന്നറിയോ? അടിയിടുക. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശത്തൊക്കെ ഈ വിത്ത് വിതയ്ക്കാൻ കഴിവുള്ളവരെ ദൈവം എഴുന്നേൽപ്പാൻ, ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ വിത്ത് വിതയ്ക്കാൻ കഴിവുള്ളവനെ എഴുന്നേൽപ്പിക്കുന്നവന്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് അനന്യാസ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവം തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വിതയ്ക്കുന്നവന്റെ ഡിസയറും കർത്താവിന്റെ ഡിസയറും കൂടെ ഒരുമിച്ച് വരണം. അപ്പോഴാണ് അത്ഭുതങ്ങൾ 100 മേനിയൊക്കെ ദൈവം പ്രോമിസ് ചെയ്തിരിക്കണം. അതൊക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ജോസ് പാസ്റ്റർ പറഞ്ഞ ടെസ്റ്റിമണി പോലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. പിശാചി ചില ട്രാപ്പുകളൊക്കെ കൊണ്ട് വെക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് അതിന്മേൽ ജയിച്ചിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ വിത്ത് അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഹിസ് സീഡ് എന്നാ. നമ്മൾ കേട്ടു ആദ്യം, ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ ഈ വചനം അവന്റെ വചനമായിട്ട് അവൻ ഏറ്റെടുത്തു. കണ്ടോ? The sower has went out to sow his seed. ഇതെങ്ങനെയാണ്? ഇത് ദൈവത്തിന്റെ വചനമായിരുന്നു, അവൻ അത് ഏറ്റെടുത്തു. ഞാനൊരു കൃഷിക്കാരന്റെ മകനാണ്. അപ്പോൾ ഈ വിത്ത് എവിടുന്ന് വരുന്നതെന്നറിയാവോ? കഴിഞ്ഞ വർഷത്തെ ഹാർവസ്റ്റിന്റെ ഭാഗമായി വിത്ത്. ഈ ഒരു ചാക്ക് നെല്ല് കിട്ടിക്കഴിഞ്ഞാല് അത് മുഴുവനൂടെ പുഴുങ്ങി തിന്നാൻ പാടില്ല. അതിനകത്തുനിന്ന് മാറ്റി വെക്കുന്നതിന്റെ പേരാ വിത്തെന്ന്. എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ്. അതിനെ തൊടാൻ സമ്മതിക്കില്ല. എൻ്റെ ഫാദറൊന്നും അതിനെ തൊടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. മനസ്സിലായോ? അതാണ് വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിൽ നിന്ന്, നമ്മൾ പഠിക്കുന്ന ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്നതിന്റെ പേരാ വിത്ത്. അതിനെ എനിക്ക് അതുമായിട്ടൊരു പേഴ്സണൽ ബന്ധം വേണം. ആരാണ്ട് പറഞ്ഞ യേശുവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ പറയുന്നത് എന്നെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അനീഷ എലപ്പാറ പറയുന്ന യേശുവിനെ അല്ല, എന്നെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അത് എൻ്റെ വിത്തായിട്ട് മാറുന്നു. സ്തോത്രം. അങ്ങനെ വിത്തുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം ഞാൻ പിന്നെ വായിക്കുന്നു. 2 കൊരിന്ത്യർ 9:10 കേട്ടോണം, ശ്രദ്ധിച്ചു കേട്ടോണം. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ
വിതയെന്ന് അവിടെ എഴുതിയിരിക്കുന്ന തെറ്റാണ്. വിത്തിനെ നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ പ്രോമിസ് കേട്ടോണം. ഓരോ വിശ്വാസിക്കുള്ള പ്രോമിസാണ്. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ ആരാണ്? നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞ് അന്നു മുതൽ ജീവിതത്തിലെ ആത്മീയ, ഭൗതിക, ശാരീരിക സകല അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, കഴിപ്പാൻ വിതയ്ക്കാൻ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും. നമുക്ക് എന്തെങ്കിലും നന്മ ലഭിച്ചാൽ അതിനെ ദൈവം രണ്ടായിട്ടാണ് കാണുന്നത്. അതിനകത്തൊരു വിത്ത് കാണണം, അതിനകത്ത് ഭക്ഷിപ്പാനുള്ളത് കാണണം. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ സമയമുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ ഒരു വിത്ത് ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ആ വിത്ത്, അത് അടുത്ത ജനറേഷന്റെ ആ വിത്ത്, അതിനെ വിതയ്ക്കേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജോസാറാണെന്ന് തോന്നുന്നു പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കിട്ടുന്നത് മുഴുവൻ മരത്തിന്റെ, വൃക്ഷത്തിന്റെ തായ്തടിയിലേക്ക് പോയി ഫലം കായ്ക്കാൻ ഇപ്പൊ നേരമില്ല. കിട്ടുന്നത് മുഴുവൻ എനിക്കും എൻ്റെ കുടുംബത്തിനുമാണെന്ന്. ഏതാ? ഈ സഭയിൽ നിന്ന് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ, ഈ ദൈവത്തിന്റെ വചനം മുഴുവൻ, ഇത് എത്ര പ്രാവശ്യം കേട്ടു. എന്നിട്ട് ഒരാളെ കണ്ടാൽ പ്രസിഡൻഷ്യൽ ഡിബേറ്റിന്റെ ക്ലാരിറ്റിയെ കുറിച്ച് സംസാരിച്ചു, പക്ഷെ യേശുവിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. പറഞ്ഞു മനസ്സിലായോ? എപ്പോഴും ദൈവം തരുന്നതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വിതയ്ക്കുന്നവന് വിത്തും കഴിപ്പാൻ ആഹാരവും. അപ്പോൾ നമ്മൾ എന്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാലും മേക്ക് ഷുവർ ദൈവത്തിനുള്ളത് ദൈവത്തിന് നമ്മൾ മാറ്റി വെച്ചിരിക്കണം. അത് വിതയ്ക്കാനുള്ളതാണ്. ആ സമയം ശരീരം ആരോഗ്യം തന്നിട്ടുണ്ടോ, അത് ദൈവത്തിൻ്റെയാണ്. അതിൻ്റെ ഒരു ഭാഗം കുടുംബത്തിലെ അനുഗ്രഹങ്ങള്, കുഞ്ഞുങ്ങള്, ഇതെല്ലാം ദൈവത്തിന് കൊടുക്കുവാൻ അതിനകത്തൊരു വിത്തുണ്ട്. പിന്നെ ദൈവം ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രോമിസ് സമയം പെട്ടെന്ന് പോകുന്നല്ലോ. എഴുതിയിരിക്കുന്ന യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ഇങ്ങനെയാ കർത്താവ് പറയുന്നത്, നീ നിലത്തു വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് നൽകും. നീ നിലത്തു വിതയ്ക്കുന്ന വിത്തിന് മഴ തരാവുന്ന പ്രോമിസാ. കേൾക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും വിതച്ചാൽ ആ വിത്തിനും മഴ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തൊരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം വിതയ്ക്കുന്നില്ലെന്നുള്ളൂ. ദൈവമക്കളെ, നമ്മൾ എന്തുമാത്രം അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ്. ഇന്നത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിത്തിന്റെ നിലവിളി, വിത്ത് കിടന്ന് കരയുകയാണ്, എന്നെ ഒന്ന് വിതയ്ക്കണേ. കഴിഞ്ഞ 20 വർഷമായിട്ട് ദൈവവചനം കേൾക്കുക, ഒരാളോട് പോലും സുവിശേഷം പറയാൻ ഒക്കുന്നില്ല. ഒരു സ്ഥലത്ത് എൻ്റെ ആരോഗ്യം, ഇതെല്ലാം ആരോഗ്യം തീർന്നു കഴിയുമ്പോഴാണ് പറഞ്ഞ, കർത്താവേ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത്. എന്നാൽ പറ്റുന്ന സമയത്ത് പോകുക മാത്രമല്ല, ഒരു മിഷനറിക്ക് വേണ്ടി, ഒരു മിഷൻ ഫീൽഡിന് വേണ്ടി മുട്ടിൽ മേലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദ മിഷനറി പ്രയർ. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന നല്ലത് തന്നെയാണ്. എന്നാൽ അതിലൊക്കെ എത്രയോ വലുതാണ്. ഇന്ത്യക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മൾ ഇടയാക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിഷൻ ഫീൽഡിന്റെ ഒരു നിലവിളിയുണ്ട്. അനേക മിഷൻ ഫീൽഡുകൾ, അനേക ഫീൽഡുകൾ, വയലുകൾ നിലവിളിക്കുകയാണ്. അയ്യോ, ആരെയെങ്കിലും ഞങ്ങളുടെ ദേശത്തേക്ക് അയക്കണേ, ആരെയെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കണേ, ആരെയെങ്കിലും ഈ രക്ഷയുടെ ദൂതുമായിട്ട് അയക്കണേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ട്. ഇടതുകയും വലതുകയും അറിയാതെ കഴിയുന്ന എത്രയോ പേരുണ്ട്. അവരുടെ അടുത്തേക്ക് നമ്മളെ നാളെ ദൈവം അയക്കണമെങ്കിൽ, നമ്മൾ വഴി, നമ്മുടെ പ്രാർത്ഥന വഴി ചിലരെയൊക്കെ അയക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിലരൊക്കെ വായിച്ചിട്ട് കാണും, സെന്റിനൽ ഐലൻഡ് എന്ന് പറയുന്ന ആൻഡമാൻ നിക്കോബാറിന്റെ ഐലൻഡിന്റെ ദേശത്ത് ഒരു ചെറുപ്പക്കാരനായ കാൻസസിലുള്ള ഒരു പൈതൽ, അവൻ ആ ദേശത്ത് സുവിശേഷം കേട്ടിട്ടില്ല. അവർ കിരാതന്മാരാണ്. അവരോട് സുവിശേഷം പറയണമെന്നുള്ള വലിയ ആഗ്രഹം നിമിത്തം താൻ പല പ്രാവശ്യം കടന്നുപോയി. ഒരു പ്രാവശ്യം അമ്പ ചെയ്തു, തൻ്റെ ബൈബിൾ ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെയും അവൻ അവിടെ കടന്നുപോയി. അവൻ രക്തസാക്ഷിയായി മരിച്ചു. അവൻ എഴുതി വെച്ചു, ഡയറിയിൽ എഴുതി വെച്ചു, ആ ദേശം യേശുവിനെ അറിയുവാൻ
ഞാൻ വിത്തായി തീരണമെങ്കിൽ ഞാൻ ഇതാ അതിന് തയ്യാറാകുന്നു. ഇന്ത്യയിൽ അനേകർ ഗ്രാമങ്ങൾ സുവിശേഷം അറിയുന്നു രക്ഷിക്കപ്പെടുന്നതിന്റെ കാരണം അനേകർ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്, അനേകർ പോകുന്നതുകൊണ്ടാണ്. ഓൾഡർ ജനറേഷനിൽ നമുക്ക് ഒത്തിരി സീഡ് ഉള്ളവരാണ്, പക്ഷെ നമ്മൾ വിതയ്ക്കുന്നില്ല. യങ്ങർ ജനറേഷന് പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ കിട്ടേണ്ടത് കിട്ടുന്നില്ല. എന്നാൽ അവർക്ക് അവരെ നമ്മൾ ഗൈഡ് ചെയ്യേണ്ട രീതിയിൽ ഗൈഡ് ചെയ്താൽ അവർ തീർച്ചയായിട്ടും വലിയൊരു വിത്തായിട്ട് മാറും. നമുക്കറിയാമോ, ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാവുന്നു യൗവനത്തിലെ മക്കൾ. നമ്മുടെ ഒരു വിത്താവ് ഒരു അസ്ത്രത്തിൽ എയ്യുന്നത് പോലെ നമ്മുടെ തലമുറയെ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ചെയ്താൽ അവർ പോയി വീഴുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് ചെന്നു ചേരാൻ പറ്റാത്ത അനേക തലമുറകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങൾ അയക്കേണ്ട ദിവസങ്ങളായിരിക്കുന്നു. നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയാണ് ഒത്തിരി സംസാരിച്ചത്. എന്നാൽ ഈ ദിവസങ്ങളിൽ മെക്സിക്കോയിലേക്കും അർജന്റീനയിലേക്കും ബ്രസീലിലേക്കും നമ്മുടെ യങ്സ്റ്റേഴ്സ് പോകാൻ തയ്യാറായിരിക്കുന്നു. അതൊരു വലിയ 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 ഒരു ഗുഡ് ന്യൂസ് ആണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, നീ അവരെ അയക്കണമേ എന്ന്. നമ്മളിൽ ചിലരൊക്കെ വലിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കർത്താവിന്റെ സന്നിധിയിലെ ജീവിതത്തിലെ പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ വന്നപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് തീരുമാനങ്ങൾ എടുത്തവർ അനേകരുണ്ട്. മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി കർത്താവിന്റെ കയ്യിൽ നിന്ന് ചില കൽപ്പനകളൊക്കെ വാങ്ങിച്ച് ജനത്തിന് കൊടുക്കേണ്ട തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് മടങ്ങി വന്നപ്പോൾ അഹരോനോ മറ്റു ചിലരോ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വിഷയങ്ങൾ കണ്ട് അത് എറിഞ്ഞു കളഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ചില തീരുമാനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ എറിഞ്ഞു കളഞ്ഞ കാരണം പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ വീട്ടുകാർ സമ്മതിച്ചില്ല, പല ദർശനങ്ങൾ, പല വിഷൻസ്, ദൈവസന്നിധിയിലെടുത്ത തീരുമാനങ്ങളൊക്കെ എറിഞ്ഞുടയ്ക്കുവാനിടയായെങ്കിൽ ഈ ദിവസം അതിനൊക്കെ പിന്നെ ഒത്തിരി വില കൊടുക്കണം, തിരിച്ചു കിട്ടണമെങ്കിൽ. ആ കർത്താവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ. ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി അതിശക്തമായിട്ട് പ്രവർത്തിക്കുവാൻ കർത്താവ് സമയം നമുക്ക് തരട്ടെ. വിത്തിന് വിലയുണ്ട്. ദൈവം ആ വിത്തിലൂടെ പ്രവർത്തിക്കും. നമ്മൾ ദാനിയേലിന്റെ ദൈവത്തെ കുറിച്ച് ഒത്തിരി പറയാറുണ്ട്, പൗലോസിന്റെ കർത്താവിനെ കുറിച്ച് ഒത്തിരി പറയാറുണ്ട്. എന്നാൽ കർത്താവ് ചോദിക്കുന്നത് ദാനിയേലിന്റെ ദൈവത്തെ കുറിച്ചല്ല, ദൈവത്തിന്റെ ദാനിയേൽ എന്ത് ചെയ്യുന്ന, ദൈവത്തിന്റെ പൗലോസ് എവിടാ, ദൈവത്തിന്റെ പത്രോസ് എന്തിയേ? ദൈവത്തിന്റെ ദാനിയേലിനെ നോക്കി ദൈവം നടക്കുക, ഒന്ന് വിതയ്ക്കാനായിട്ട്, ഒന്ന് കൊടുക്കാനായിട്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ ആയുസ്സിൽ, എൻ്റെ കർത്താവേ ചിലരോട് സുവിശേഷം പറയുവാൻ, ചില ഫീൽഡുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുവാൻ കർത്താവെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു സെക്കൻഡ് ഞാൻ പ്രാർത്ഥിച്ച് 1 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ദേവദാസന്മാർ പിന്നെയും പ്രാർത്ഥിക്കും. നമ്മുടെ മിഷൻ ഫീൽഡിലൊക്കെ നമ്മൾ ഇവിടെ വചനം പറയാനായിട്ട് എന്തുമാത്രം തത്രപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ബൈബിൾ സ്റ്റഡി എടുക്കാനുള്ള അവസരത്തിനൊക്കെ എത്രയോ ഗ്രാമങ്ങളിൽ വിശ്വാസികൾ കിടക്കുന്നു. 25 50 ഒക്കെയുള്ള വിശ്വാസികളുള്ള സഭകൾ. ആരെങ്കിലും വന്നൊരു ബൈബിൾ ക്ലാസ് എടുത്തെങ്കിൽ കൊള്ളായിരുന്നു. പാസ്റ്റർ അനീഷ് ഏലപ്പാറയെ പോലുള്ളവർ ഞങ്ങളുടെ ഫീൽഡിൽ വന്ന് മിഷൻ ക്ലാസ് എടുക്കുന്നവരാണ്. എത്രയോ സ്ഥലങ്ങൾ അവരെന്തുമാത്രം അപ്രീഷിയേറ്റ് ചെയ്യും. നമുക്ക് എന്തൊരു അറിവാണ് ദൈവം തന്നിരിക്കുന്നത്. നമുക്കൊരു തീരുമാനമെടുക്കാം, കണ്ണുകൾ അടയ്ക്കാം, 1 മിനിറ്റ് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് സറണ്ടർ ചെയ്യാം. കർത്താവേ, എൻ്റെ ആയുസ്സിൽ എന്നെ ഒരു വിതയ്ക്കുന്നവനായി മാറ്റണമേ. കഴിഞ്ഞ നാളുകൾ ചിലതൊക്കെ വിതയ്ക്കുവാനിടയായി, എന്നെ വിതയ്ക്കുന്നവനാക്കി മാറ്റണമേ. ലോർഡ്, മേക്ക് മീ ആസ് എ സോവർ, because you have given me the seed. The seed is the word of God. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ സീഡ് അനുഭവിക്കുന്നു കർത്താവേ. പലപ്പോഴും മുഴുവൻ എടുത്ത് കഴിച്ച് സീഡ് ഇല്ലാതെ പോയിട്ടുണ്ട്. കർത്താവെ ക്ഷമിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തണമേ. മിഷനുമായിട്ടുള്ള ബന്ധത്തിൽ ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്കൊരു അവസരം കൂടെ തരണമേ. ചിലരോട് കൂടെ ജോലി ചെയ്യുന്നവരോട്, ഞങ്ങൾ പരിചയപ്പെടുന്നവരോട്, നെയ്ബറുകളിലുള്ളവരോട് യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുവാൻ ഇതാ എന്നെ ഏൽപ്പിക്കുന്നു കർത്താവേ. ചില മിഷൻ ഫീൽഡുകൾക്ക് വേണ്ടി, ചില രാജ്യങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ. ഇതാ എന്നെ ഞാൻ അതിനായി സമർപ്പിക്കുന്നു കർത്താവേ. അനന്യാസേ എന്ന് വിളിച്ചപ്പോൾ അടിയനിതാ എന്ന് പറഞ്ഞതുപോലെ കർത്താവെ, ഞങ്ങളെയും വിളിക്കണമേ കർത്താവെ, സമർപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു പിതാവേ.